പ്രകൃതി സൗന്ദര്യവും ആത്മീയതയും ഒത്തുചേർന്ന സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് പീലാറ്റസ് സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാകുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലനിര ലൂസേൺ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ മഞ്ഞുമൂടിയ ആൽപ്സ് മലനിരകളുടെ വിസ്മയ കാഴ്ചയാണ് ഒരുക്കുന്നത്. ഒരു കാലത്ത് ഡ്രാഗൺ കഥകളും അജ്ഞാത ഭീതികളും നിറഞ്ഞ ഭയത്തിന്റെ മല എന്നറിയപ്പെടുന്ന പീലാറ്റസ് ഇന്ന് വിശ്വാസത്തിന്റെ പുതിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. കൊടുമുടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശും ചെറിയ ചാപ്പലും സഞ്ചാരികളിൽ വലിയ ആത്മീയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ജീവിതയാത്രയിലെ പ്രതിസന്ധികളിൽ മനുഷ്യൻ ഒറ്റയ്ക്കല്ല എന്ന വലിയ സന്ദേശമാണ് ഈ കുരിശ് നൽകുന്നതെന്ന് ഇവിടെ എത്തുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. ലൂസേൺ തടാകത്തിന്റെ നീലിമയും താഴ്വരകളുടെ ഭംഗിയും ആകാശ കാഴ്ചകളും ചേർന്ന് പ്രകൃതിയും മനുഷ്യബുദ്ധിയും കൈകോർത്ത അത്ഭുതമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. പ്രകൃതിയുടെ ഈ മഹത്വത്തിന് മുന്നിൽ ഓരോ മനുഷ്യനും തന്റെ പരിമിതികൾ തിരിച്ചറിയുന്നുവെന്നും ജീവിതമെന്ന മലകയറ്റത്തിന്റെ ഒടുവിൽ നമ്മെ കാത്തിരിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴമാണെന്നും പീലാറ്റസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ സന്ദർശകനും ഒരു പ്രാർത്ഥനയോടെ മടങ്ങുന്ന ഈ കൊടുമുടി സ്വിറ്റ്സർലൻഡിലെ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ആത്മീയമായ ഒരു പുതിയ തുടക്കം കൂടിയായി മാറുകയാണ്. ഭൂമിയിലെ സ്വർഗമായ ഈ മലനിരയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളുമായി ഫാദർ ജോബി വെള്ളപ്ലാക്കൽ CST. ഞാനിപ്പോൾ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വത നിരകൾ നമുക്കറിയാം, ലോകത്തിലെങ്ങും ഒരുപാട് ആകർഷണീയതയും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കയറി ഇറങ്ങി പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. ആൽപ്സ് പർവ്വത നിരകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പീലാത്തൂസ് എന്ന് പറയുന്ന ഒരു പർവ്വത നിരയുടെ മുകളിലാണ് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തായ ജോമേഷിനോടൊപ്പം എത്തിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2132 മീറ്ററും ഏതാണ്ട് 7000 അടി മുകളിലാണ് ഈ പീലാത്തൂസ് എന്ന് പറയുന്ന ഈ ആൽപ്സ് പർവ്വതനിരയുടെ ഈ മുകളിലുള്ള ഈ പീക്കിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെയേറെ മനോഹരമായ ഒരുപാട് സഞ്ചാരികളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റൊന്നുമല്ല, ഇതിന് താഴെ ഒരു പള്ളിയും അതോടൊപ്പം തന്നെ ഈ മുകളിൽ എല്ലാത്തിനും മുകളിൽ ഒരു കുരിശിൻ്റെ രൂപവുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും, വിശ്വാസത്തിൻ്റെ പ്രതീകം ക്രിസ്തു സർവാധിരാജൻ, ലോകത്തെ മുഴുവൻ കീഴടക്കിയ എല്ലാത്തിനും മുകളിലായിട്ട് ക്രിസ്തു നിൽക്കുന്നു. അതൊരു അനുഗ്രഹത്തിൻ്റെ അതോടൊപ്പം തന്നെ ചിന്തയുടെയൊക്കെ ഒരു വലിയ നമുക്കൊരു ആത്മീയമായ ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, അപമാനത്തിൻ്റെ അടയാളമായ കുരിശ് രക്ഷയുടെ പ്രതീകമായിട്ട് മാനവരാശിയെയും സമൂഹത്തെയും മുഴുവൻ രക്ഷയിലേക്ക് നയിച്ച മഹത്തരമായ ഒരു ഉണർവാണ് ക്രൂശിത രൂപം നമുക്ക് നൽകുക. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ആൽപ്സ് പർവ്വത നിരയിലെ പീലാത്തൂസ് മലയുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, എല്ലാത്തിനും മുകളിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ രാജ്യത്തെ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സമ്പൂർണ്ണമായ ആഘോഷം ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാളോടുകൂടിയാണല്ലോ നവംബർ മാസത്തിൽ നമ്മൾ കാലഘട്ടം യുക്രിസ്റ്റി കാലഘട്ടം അവസാനിച്ച് നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ക്രിസ്തു രാജാതിരാജനായിട്ട് എല്ലാത്തിനും മുകളിലായിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന നാഥനായിട്ട് എപ്പോഴും മാറട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.